അതിനെയും ശരിയാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ വേദനിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷം ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അത് പെർഫോം ചെയ്യുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണ് ആസ്വദിക്കുന്നവരാണെങ്കിലും അത് എപ്പോൾ നിർത്തണം എന്ന് തോന്നുന്നു ആ സമയത്ത് നമ്മൾ നിർത്താനുള്ള ഒരു ഔചിത്യ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അത് കാലഘട്ടം എന്നുള്ളതുമില്ല. ഏത് സമയത്താണെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരി സന്തോഷത്തോടെ അത് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാവരെയൊക്കെ വീഴ്ച എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം അവരെ ഭാര്യ മക്കളൊക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട്. ആ അള്ളാനെങ്ങനെ പോക്കറ്റ് കൊണ്ട് നടക്കല്ലേ, അത് നമ്മുടെ മാത്രമാണെന്നാലും വിചാരിക്കല്ലേ. അള്ളാനെ കീശയിലിട്ട് നടക്കണ്ട, റബ്ബുൽ ആലമീനെ പക്ഷം ചേർക്കാൻ നോക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ അടുത്തിടെ മരിച്ച കലാഭവൻ നവാസിനെ കുറിച്ച് ഒരുപാട് പേർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനും 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോയിൽ എല്ലാം തന്നെ ഞാൻ വളരെ കർക്കശമായി പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോൻ്റെ താഴെയും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പറ്റി വളരെ മോശകരമായ രീതിയിൽ കമൻ്റ് ഇട്ട ചില ആൾക്കാരുണ്ടായിരുന്നു. അവർ നമ്മളോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം സിനിമാ നടനായ ഇത്തരം ഒരു വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാനും അദ്ദേഹത്തിൻ്റെ ഖബറിന് ശാന്തി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനൊക്കെ പറയുന്നത് എന്ന് വെച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിനെ പറ്റിയിട്ട് വളരെ മോശകരമായ രീതിയിൽ ഇപ്പോഴും വീഡിയോയും അതുപോലെ തന്നെ തംബ്ലൈനും അതുപോലെ തന്നെ കമൻറ്റുകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ സിനിമാ നടന്മാർക്ക് വേണ്ടിയാണോ തലയെക്കെട്ടും കെട്ടി ഉസ്താദുമാർ അവിടെ പോയി ദുആ ചെയ്യുന്നത് എന്നിവരെ ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് നവാസിൻ്റെ ഒരു ഫസ്റ്റ് ഡയലോഗ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള സന്തോഷം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഇന്ന് നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളേ അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി രഹനക്കും അതുപോലെ തന്നെ 3 മക്കൾക്കും അത് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. അത് നമ്മൾ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞതാണ്. ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മെയും നമ്മുടെ മതത്തെയും അതുപോലെ തന്നെ ആ കുടുംബത്തെയും വളരെ മോശകരമായ രീതിയിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമാ നടന്മാർക്ക് പുറത്തു കൊടുക്കുമോ, അവർ സ്വർഗത്തിൽ കടക്കുമോ എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ മറ്റൊരു ചർച്ച. അവർ സ്വർഗത്തിൽ കടക്കുമോ നരകത്തിൽ കടക്കുമോ, പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കുമോ എന്നൊക്കെ ഒരു കാരണവശാലും നിങ്ങൾക്കോ ഈ പറയുന്ന എനിക്കോ ഈ ഭൂമിയിലുള്ള ഒരു ഉസ്താദിനോ അല്ലെങ്കിൽ ഖത്തീബിനോ ആർക്കും തന്നെ ഒരു വിധി എഴുതാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യന്മാർക്ക് ഒരുപാട് പുറത്തു കൊടുത്ത ചരിത്രം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സഹിഷ്ണുതയുടെ മതമാണ്. അന്ത്യനാളിൽ പുറത്തു കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അത് പടച്ച റബ്ബിൻ്റെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മളാരും കൈകടത്തേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഉദാഹരണ സഹിതം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പ്രശസ്തനായ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ഒരു കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ നമുക്ക് ആദ്യമായി അതൊന്ന് കേൾക്കാം. രണ്ടാമതൊരു കാര്യം, ഒരാളെ സ്വർഗത്തിലും നരകത്തിലേക്കും ആക്കാൻ നമ്മളാരാണ്? നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണെന്ന് അഭിപ്രായം പറയാൻ കഴിയുക? നമ്മൾ ഈ വിലയിരുത്താൻ നമ്മൾ ആരാണ്? നമുക്കതിന് എന്ത് ക്വാളിറ്റിയാണുള്ളത്? നിങ്ങൾക്ക് രസകരമായൊരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പങ്കുവെച്ച ഒരാശയം. സ്വഹാബത്തിനോട് പറഞ്ഞ, സ്വഹാബത്തെ, ഭൂമിയിൽ ജീവിച്ചിരുന്ന 2 മനുഷ്യർ, അതിലൊരാൾ ആരാധനാനിരതനാണ്, ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആളാണ്. മറ്റൊരാൾ പാപപങ്കിലമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇവർ 2 പേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും, ഈ പാപപങ്കിലനായ മനുഷ്യനോട് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും, നിന്നെ എത്ര ഉപദേശിച്ചോ നീ നന്നാകുന്നില്ല, നീയൊക്കെ നരകത്തിലാടാ, നിനക്ക് പടച്ചോൻ പുറത്തു തരത്തില്ല, ഈ പാപിയാണ്. ഇദ്ദേഹത്തിന് വലിയ വിഷമമാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ. ഇവർ 2 ആളും മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുമ്പം റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപമംഗലമായ മനുഷ്യനെയാണ്. അതിൻ്റെ കാരണം അല്ലാഹു തആല ഇവർ 2 പേരെയും നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ഈ ആരാധനാനിരതനായി ജീവിച്ച മനുഷ്യനോട് പറയും, എൻ്റെ അധികാരന്മാരാണ് നിന്നെ ഏൽപ്പിച്ചത്, എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്, അതിൽ കൈകടത്താൻ നീ ആരാണ്? അള്ളാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യൻ ശിക്ഷിക്കുകയും പാപമംഗലമായി ജീവിതം നയിച്ച ഈ മനുഷ്യനോട് അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. വളരെ
എല്ലാ കാർക്കശ്യത്തോടു കൂടിയും മതചിട്ടകളോട് കൂടി നിസ്കരിച്ചും എല്ലാം ജീവിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഹറാമിൻ്റെ വഴികളിൽ കൂടി ജീവിക്കുന്ന മറ്റൊരു വ്യക്തിയും അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, നീ ഒന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് അവനോട് പറഞ്ഞത്, കാരണം നീ നരകത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആരാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അധികാരം തന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം. കാരണം ഞാൻ തെറ്റ് ചെയ്താലും ഇനി മറ്റൊരാൾ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തെറ്റിൽ നിന്ന് കരകയറാൻ വേണ്ടി എന്നെ ഉപദേശിക്കാം, അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾക്ക് ഉപദേശിക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിലൊരു ന്യായത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നീ നരകത്തിലാണ്, അല്ലെങ്കിൽ നീ ചെയ്തത് 100% തെറ്റാണ്, അത് തെറ്റല്ലേ, അത് തിരുത്തണമെന്ന് ഉപദേശിക്കാൻ മാത്രമേ നമ്മളോട് പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ളൂ. അതിൽ തീരുമാനമെടുക്കാൻ നിങ്ങളെ ആരും ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കേട്ടു കാണും, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പടച്ച തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ അധികാരത്തിൽ കൈകടത്തിയത് കൊണ്ട് ആ ഹറാമ് ചെയ്ത വ്യക്തിക്ക് പടച്ച റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുകയും ഈ 100% നിസ്കാരവും നോമ്പും സക്കാത്തുമായിട്ട് എല്ലാം നടന്ന ഈ വ്യക്തിയെ ശിക്ഷിക്കാനുമാണ് പടച്ച റബ്ബ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, നമ്മൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ അധികാരത്തിലേക്ക് കൈകടത്തിക്കൊണ്ട് അദ്ദേഹം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ആരും തന്നെ അല്ല എന്നുള്ളതാണ്. അതുപോലെ ചെറിയ ഒരു കാര്യം സൂചനമായിട്ട് അത് ഉസ്താദ് വീഡിയോയിൽ പറയുന്നത്, നമ്മുടെ ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില സഹോദരിമാർ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ തട്ടമില്ലാതെയും അതുപോലെ തന്നെ ചില മോശകരമായ ചില ഡ്രസ്സുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രത്യക്ഷപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിനെക്കുറിച്ച് വളരെ മ്ലേച്ഛകരമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും ഉസ്താദ് പ്രത്യേകം പറയുന്നുണ്ട്, വേശ്യ എന്ന് വരെ അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുന്ന മുസ്ലിം സഹോദരങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ കുട്ടി അത് വായിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മുടെ മതത്തോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടോ ഒരു സ്നേഹം ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും അത് വെറുക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി അതേ അറ്റത്ത് വെറുപ്പ് ആ കുട്ടിക്ക് ആ സമൂഹത്തോട് ഉണ്ടാവും. ഒരിക്കലും തിരിച്ചു വരാനോ തൻ്റെ തെറ്റ് തിരുത്താനോ ആ കുട്ടി ശ്രമിക്കുകയില്ല. അന്ന് പകുതി തട്ടമിട്ട് വന്നാൽ തീർച്ചയായിട്ടും പിന്നെ തട്ടം തീരെ ഇടാത്ത രീതിയിലായിരിക്കും പിന്നെ വീഡിയോയിലേക്ക് വരുന്നത്. കാരണം അതൊരു വെറുപ്പിൻ്റെ ഭാഷയിലേക്ക് പോവുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം, നിങ്ങൾ എന്താണ് അള്ളാഹുവിനെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? ഇതിൽ മാത്രമുള്ള അസുഖമല്ല. ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയെ യാദൃശ്യവശാൽ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വേശ്യ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയും അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിൽ, മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫിരിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ഈ കമൻ്റായിരിക്കും. വെറുത്തു. ഇതാണ് മതം സഹിഷ്ണുതയാണ്. അപ്പോൾ അൻസാർ സുഹരി ഉസ്താദ് പറഞ്ഞത് 100% സത്യമാണ്. ആ കുട്ടി അങ്ങനത്തെ ഒരു വഴിക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഈ കമൻ്റ് എഴുതുന്ന നമ്മളിൽ അർപ്പിതമായിരിക്കും. കാരണം നമ്മളുടെ ഒരൊറ്റ വാക്ക് കൊണ്ടോ നമ്മൾ എഴുതി വിടുന്ന ഈ ഒരൊറ്റ കമൻ്റ് കൊണ്ടോ അത്തരം സഹോദരിമാർ തീർച്ചയായും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇത്തരം ആൾക്കാരോട് നമ്മൾ യാതൊരു കാരണവശാലും ഈ ഭൂമിയിൽ വെച്ചിട്ട് അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ, നമുക്ക് വേണമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഭൂമിയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അത് ഉസ്താദ് വളരെ വളരെ ഭംഗിയായിട്ട് ഒരു പാട്ടിൽ കൂടി പറയുന്നുണ്ട്. പടച്ചവനെ നമ്മളാരും കീശയിലിട്ട് നടക്കണ്ട എന്നാണ് അൻസാർ സുഹരി ഉസ്താദ് പറയുന്നത്. കാരണം പടച്ചവൻ എന്ന് പറയുന്നത് നിങ്ങളുടെയും എൻ്റെയും അതുപോലെ തന്നെ ഇനി മറ്റുള്ള ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആൾക്കാരുടെയും എല്ലാം പടച്ചവനാണ് എന്നുള്ളതാണ്. അവരുടെ കാര്യത്തിൽ 100% തീരുമാനം പറയാൻ നിങ്ങൾ ആരും തന്നെ ആളല്ല. നമുക്ക് 2 വരി പാട്ടൊന്ന് കേൾക്കാം. ഭാവിയിൽ ഇനി പല പ്രമുഖരായ ആളുകളുണ്ട്, ഇവിടെ ജീവിച്ചിരിപ്പുള്ള പ്രതിമാനിരതരായ പല ആളുകളുണ്ട്, കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ പോകുന്നവരാണ് പറയുന്നത്, നമ്മൾ പടച്ചോൻ്റെ പണി എടുക്കണ്ടോ, അന്ന് തീരുമാനിച്ചോളും ആരാണ് സ്വർഗം ആരാണ് നരകം. ഈ കലാഭവൻ നവാസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പം എല്ലാ മനുഷ്യരിൽ നമ്മൾ കാണാത്ത അന്തർലീനമായ ഒരുപാട് നന്മയുണ്ട്. കലാഭവൻ നവാസിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തൊരു മതപണ്ഡിതൻ, അദ്ദേഹം എന്നോട് പറഞ്ഞതേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് വിത്തറും കൂടി നിസ്കരിച്ചിട്ട് പോകുന്നതാണ്. ഈ വിലയിരുത്തുന്നവൻ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ സംശയം? പള്ളിയിൽ തന്നെ നീയൊക്കെ പോകുന്നുണ്ടോ? വല്ല പെൺപിള്ളാരെയൊക്കെ വേശ്യ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, അവർ എത്രത്തോളം അവരെ ഭാര്യ മക്കളും ഒക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട്. ആ അമ്മാനെ ഇങ്ങനെ പോക്കറ്റുകൊണ്ട് നടക്കല്ലേ.
അത് നമ്മുടെ മാത്രമാണെന്നാലും വിചാരിക്കല്ലേ. അല്ലാനെ കീശയിലിട്ട് നടക്കണ്ട, റബ്ബുൽ ആലമീനെ പക്ഷം ചേർക്കാൻ നോക്കണ്ട, എല്ലാവർക്കും ഉള്ളോനാണ് മറക്കണ്ട, നമ്മുടെ മാത്രമാണെന്നുള്ള വിചാരം വെക്കണ്ട. പടച്ചവൻ എല്ലാവർക്കും ഉള്ളതാണ്, അവൻ കൃപയുള്ളവനാണ്. ഉസ്താദിൻ്റെ പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. വളരെ രസകരമായ വരികളിലൂടെ ഈണത്തിലൂടെ നല്ലൊരു പാട്ടാണ് ഉസ്താദ് പാടിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കർമ്മങ്ങളും ഇത്തരം കാര്യങ്ങളും ചെയ്യുന്ന സഹോദരങ്ങളോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, നിങ്ങളാരും ഈ പടച്ചവൻ്റെ അട്ടിപ്പേറവകാശം എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പടച്ചവൻ എന്ന് പറയുന്നത് പടച്ചവൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹം മാത്രം പ്രയോഗിച്ചാൽ മതി. നമ്മുടെ വീഡിയോയിലും നമ്മളിത്തരം വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളെ കമൻറ്റുകൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ മതപരമായിട്ട് ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് മൂല്യം ഒരുപാട് ആദർശങ്ങളൊക്കെയുള്ള ആൾക്കാരെ അടുത്ത് പോയി പഠിച്ചതിന് ശേഷം മാത്രം വീഡിയോ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോക്ക് താഴെയും വരാറുണ്ട്. പക്ഷേ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള മറുപടി, രസകരമായ രീതിയിലുള്ള മറുപടി മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അവരോടൊക്കെ നമ്മൾ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പണികൾ നോക്കി ജീവിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കി ജീവിക്കും. ഇനി എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളെടുത്ത് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ച് തന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളത് തിരുത്തും. പക്ഷേ എല്ലാവർക്കും ജീവിതത്തിൽ അത് അന്വർത്ഥികമാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങളെ പറയുന്ന ഭാഷ, നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഡുകൾ തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് അതൊരു വാശിയായിട്ടായിരിക്കും അവരുടെ മനസ്സിൽ കയറുക എന്നുള്ളതാണ്. അത്തരം ആൾക്കാർ ജീവിതത്തിലേക്ക് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അത്തരം ആൾക്കാർ നമ്മുടെ മതത്തിൽ നിന്ന് വിട്ടുപോയാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ വീഡിയോയിൽ ആ കമൻ്റ് എഴുതി അയക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ എഴുതി അയക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജീവിതത്തിലെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം സ്ത്രീകളും ഇത്തരം ആൾക്കാരും സമൂഹത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പോയി ഒരു വിധിന്യായം നടത്താൻ നമ്മൾ ആരും തന്നെ ആളല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇത് എഴുതി അയച്ചത് ഒരു ഹിന്ദു സഹോദരനാണ് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരു ശ്രീരാജ് എങ്ങാൻ പറയുന്ന ഒരു ഹിന്ദു സഹോദരനാണ് ഉസ്താദിന് ഈ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത്, ഈ മരിച്ച നമ്മുടെ നവാസിൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് ഉസ്താദുമാരൊക്കെ തലക്കെട്ടും കെട്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം കണ്ടു. അതൊക്കെ വളരെ സന്തോഷം തോന്നി. പക്ഷേ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ, ഇത്തരം പരിപാടിയിലാണോ തലയെക്കെട്ടും കെട്ടി ഉസ്താദുമാർ പോയി ഇരുന്ന് കരയുന്നത് എന്ന് ചോദിക്കുന്ന കമൻറ്റുകൾ വരെ അതിൻ്റെ താഴെ വന്നു. അത് കണ്ടിട്ടാണ് അദ്ദേഹം ഉസ്താദിനോട് ചോദിച്ചത്, എന്താണ് ഇസ്ലാമിന് വരുന്ന മൂല്യച്യുതി? പ്രത്യേകിച്ച് സമീപ ദിവസം മരണപ്പെട്ടു പോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭവൻ നവാസ്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്നൊരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, എന്തിനാണ് മുസ്ലിയാരെ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് അവിടെ പോയിരുന്ന് ഇതൊക്കെ ചൊല്ലുന്നത്, ഇവരൊക്കെ സിനിമാ നടന്മാരല്ലേ, മറ്റേയല്ലേ, മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഹാസ രൂപേണ ഈ മരിച്ച മനുഷ്യൻ്റെ ഫോട്ടോക്ക് താഴെ കമൻറ്റ് എഴുതുകയാണ്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തല കുനിഞ്ഞു പോയെന്നുള്ളതാണ്. ഈ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരം മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട്, ഒരു നേരം പള്ളിയിൽ പോയി നല്ലോണം നിസ്കരിക്കാത്ത ആൾക്കാരാണ് ഇത്തരം കമൻറ്റുകൾ പോയി എഴുതുന്നത് എന്ന് കൂടി ഓർക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരമുള്ള പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.